إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدئ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حافظوا على الصلاة والصلاة الوسطى حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരന്മാരും പടച്ചറബിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ എന്നെയും നിങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളിന്റെ ദിനത്തിൽ ഒരു ഖുത്ബ കേൾക്കാൻ കൂടി അല്ലാഹു നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. നിർബന്ധമില്ല എങ്കിൽ പോലും ശ്രേഷ്ഠമായ കാര്യമാണ് ജുമഅയുടെയും അതുപോലെ തന്നെ ജമാഅത്തിന്റെയും പ്രതിഫലങ്ങളെ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഖൈറും ആ ബർക്കത്തും ആ പ്രതിഫലവും ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും എന്നത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നാളെ പരലോകത്ത് കർമ്മങ്ങൾ വിചാരണക്കെടുക്കും, മനുഷ്യന്മാരെ വിചാരണക്കെടുക്കും. ഹദീസുകളിൽ കാണാം ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ റമദാൻ ഇങ്ങനെ ധാരാളം ചെയ്ത അമലുകളൊക്കെ നമ്മെ ഏതെങ്കിലും നിലനിൽ ഇനി കുറച്ചൊക്കെ വിശ്രമിക്കാമെന്ന് ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ ചിന്തയും ബോധവും ഒക്കെ നൽകുന്ന ഹദീസുകളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം ഇന്ന അവ്വലൻ നാസി യുഖ്ളാ യൗമൽ ഖിയാമത്തി അലൈഹി റജുലുൻ. നാളെ ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത ഇസ്തുഷ്ഹിദ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനാണ്. അള്ളാന്റെ മാർഗത്തിൽ ധീരമായി പോരാടി ഷഹീദായ മനുഷ്യനാണ്.
അവൻ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ബോധ്യപ്പെടുത്തുകയും എന്നിട്ട് അവനോട് ചോദിക്കും ഫമാ അമിൽത ഫീഹാ, നീ എന്താണ് നിനക്ക് ലഭിച്ച നിഅമത്തുകൾ കൊണ്ട് ചെയ്തത്? ഈ മനുഷ്യൻ പറയുന്ന മറുപടി, അല്ലാഹുവേ ഖാതൽതു ഫീക ഹത്താ ഇസ്തുശ്ഹിദു, ഞാൻ ഷഹീദാകണവരെ എന്റെ ആരോഗ്യം കൊണ്ട് എന്റെ ശരീരം കൊണ്ട് ഞാൻ മരണം വരെ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ പോരാടിയിട്ടുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയും. ഈ മനുഷ്യനോട് അള്ളാഹ് പറയുന്ന മറുപടി എന്താണെന്നറിയാം? ഖാല കദബ്ത, അള്ളാഹ് പറയും നീ കള്ളാണ് പറഞ്ഞത്. റമദാനിൽ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയും ഞാൻ എല്ലാം നോമ്പെടുത്തു, ഞാൻ എല്ലാ തറാവീഹ് നിസ്കരിച്ചു, ഞാൻ എല്ലാ ഖുർആൻ പാരായണങ്ങളും ക്ലാസ്സുകളിലും ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്ന് പൂർണ്ണമായി അറിയുന്ന റബ്ബിന്റെ അടുക്കലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ റബ്ബ് അവിടെ വെച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞാലോ, മോനെ പറഞ്ഞത് ഒന്നും ചെയ്തിട്ടില്ല, നീ ചെയ്തതൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒപ്പം അങ്ങോട്ട് കൂടിയവനാണ്, ആത്മാർത്ഥമായി എന്നെ മാത്രം പ്രതീക്ഷിച്ച് എന്റെ പൊരുത്തം കാണിച്ച് എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള പറഞ്ഞാലോ, ഈ ഷഹീദായ മനുഷ്യന്റെ അടുത്ത് അള്ളാഹ് പറയാ നീ കള്ളമാണ് പറഞ്ഞത്. നീ യുദ്ധം ചെയ്തത് തീർച്ചയായും നീ ആരാണെന്ന് പറയാൻ വേണ്ടിയാണ്. നീ വലിയ യോദ്ധാവാണ് എന്ന് ആളുകൾ നിന്നെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നുണ്ട്, ഈ മനുഷ്യനെ കൊണ്ടുപോയി ഈ മനുഷ്യനെ കൊണ്ടുപോയി നരകത്തിൽ കൊണ്ടുപോയിടും. എന്തപ്പോ ചെയ്ത പ്രത്യക്ഷത്തില് അള്ളാന്റെ മാർഗത്തിൽ നിന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് മരിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് മുമ്പിൽ. വലിയ വലിയ അമലാണത്, വലിയ ധീരമായ പ്രവൃത്തിയാണ്. പക്ഷേ അവന്റെ ഇഖ്ലാസും അവന്റെ നിയ്യത്തും ശരിയാകാതെ പോയപ്പോ അല്ലാഹു ആ കർമ്മം ചെയ്തവനെ നരകത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ വ്യക്തി ആരാണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, റജുലുൻ തുഅല്ലമുൽ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യനാണ്. വഅല്ലമഹു വഖറഅൽ ഖുർആൻ, അവൻ പഠിപ്പിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. അവനോട് ചോദിക്കും, എന്താണ് നിന്റെ നിഅമത്തുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ മനുഷ്യനോട് ചോദിക്കും, ഫമാ അമിൽത ഫീഹാ, നീ പഠിച്ചതും നീ അറിഞ്ഞതും നിനക്ക് മധുരമായി ഖുർആൻ പാരായണം ചെയ്യാനുള്ള അവസരങ്ങളും നീ എന്തിനാ പ്രയോജനപ്പെടുത്തിയേ? ഈ മനുഷ്യൻ പറയും, അല്ലാഹുവേ രാവും പകലും രാത്രിയും ഇരുന്ന് ഞാൻ നിന്റെ മാർഗത്തിൽ നിനക്ക് വേണ്ടി ഖുർആൻ പാരായണം ഇങ്ങനെ ചെയ്തു റബ്ബേ എന്ന് പറയുമ്പോൾ അല്ലാഹു പറയും, നീയും കള്ളമാണ് പറഞ്ഞത്. നീ ഖുർആൻ പാരായണം ചെയ്തപ്പോ മറ്റുള്ളവർ നിന്നെ കുറിച്ച് ഞാൻ വലിയ ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ്, വലിയ ആലിമാണെന്ന് പറയാൻ വേണ്ടിയാണ് നീ ഖുർആൻ പാരായണം ചെയ്തത്. ഈ ഒരു പണ്ഡിതനെ കുറിച്ച് പറയാം, അയാൾ ഇതൊക്കെ പറയുമ്പോ അയാൾ വലിയ ആളാണ്, അയാൾക്ക് വലിയ നേട്ടം, അല്ലെങ്കിൽ അയാൾ എന്താണ് ഭൗതികമായി ആളുകൾക്കിടയിൽ ഞാനൊരു ആലിമാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് ആളുകൾ പറയണം, കേടില്ല എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണം. ഇതിനു വേണ്ടിയാണ് അയാൾ ഖുർആൻ പാരായണം ചെയ്തത്, ഇതിനു വേണ്ടിയാണ് അയാൾ ക്ലാസുകൾ എടുത്തത്, ഇതിനു വേണ്ടിയാണ് അയാൾ ഇമാമ നിന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, നീ പറഞ്ഞത് നുണയാണ് അല്ലേ, നീ എന്തിനാ ആളുകളെ കാണിക്കാൻ വേണ്ടിയാ പറഞ്ഞേ? സുമ്മ ഉമിറ ബിഹി, ഈ മനുഷ്യന്റെ മേലും മലക്കുകളെ കൊണ്ട് അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കും, എന്നിട്ടോ ഹത്താ ഉൽഖിയ ഫിന്നാർ, ഈ മനുഷ്യനെയും നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ മനുഷ്യൻ ആരാണെന്നറിയോ? വറജുലുൻ വസ്സഅല്ലാഹു അലൈഹി, അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്ത മനുഷ്യനാണ്. വഅതാഹു മിൻ അസ്നാഫിൽ മാലി കുല്ലി, ദുനിയാവില് ആ ധനം ഇങ്ങനെ ചെലവഴിക്കുന്നുണ്ട്, ഇതിന് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവന് കിട്ടിയ നിഅമത്തിനെ കുറിച്ച് അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തും. എന്നിട്ട് ചോദിക്കും, ഫമാ അമിൽത ഫീഹാ, നിനക്ക് കിട്ടിയ നിഅമത്ത് കൊണ്ട് നീ എന്താ ചെയ്തേ? മനുഷ്യൻ പറയും, അല്ലാഹ് നിന്റെ മാർഗത്തിൽ ഞാൻ ധാരാളം ചെലവഴിച്ചിട്ടുണ്ട്. അല്ലാഹു പറയും, നീയും കള്ളമാണ് പറഞ്ഞത്. വലാകിന്നക ഫഅൽത ലിഖാല ഹുവ ജവാദുൻ, വലിയ ഔദാര്യവാനാണ് എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടിയാണ് നീ അത് കൊടുത്തത്. അതുകൊണ്ട് പിന്നെ ഈ മനുഷ്യന്റെ വിഷയത്തിലും അള്ളാഹ് മലക്കളോട് കൽപ്പിക്കുന്നത് അറിയോ? ഇവനെയും പിടിച്ച് നരകത്തിലിട്. സഹോദരങ്ങളെ, ഒന്നാമതായി വിചാരണക്കെടുക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ചെയ്യാത്തവരല്ല ഇവർ,
ചെയ്ത കർമ്മങ്ങളിലുണ്ടായ നിയ്യത്തിന്റെയും ഇഖ്ലാസിന്റെയും ചെയ്ത കർമ്മങ്ങളിലുണ്ടായ പോരായ്മകളുടെയും അവസ്ഥയാണ്. ഇവിടെയാണ് പണ്ഡിതന്മാർ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു കർമ്മത്തിൽ നിർബന്ധമായും ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ അള്ളാഹു ആ കർമ്മം സ്വീകരിക്കുകയില്ല. ഒന്നെന്താണെന്നറിയോ? ഒന്ന് ഈമാൻ, അൽ ഈമാനു ബില്ലാഹ്, ഈമാൻ ശരിയാകാതെ. നോമ്പൊക്കെ വന്നപ്പോ എത്ര ആളുകളെ നോമ്പ് പിടിച്ചു ഇല്ലേ? മറ്റു ഇതര മതസ്ഥരൊക്കെ നോമ്പ് പിടിച്ചു, നോമ്പ് തുറപ്പിച്ചു, ഒക്കെ ചെയ്തിട്ടുണ്ട്. ഭൗതികമായി അവരൊക്കെ അതിൽ വലിയ കാര്യം നടത്തുന്നുണ്ട്. എന്നാൽ പോലും എന്തില്ല? ഒരു പ്രതിഫലവും ഇല്ല, ഒരു പ്രതിഫലവും ഇല്ല. എന്താ കാരണം? ഈമാനില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബ 54-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരുടെ ചെലവഴിച്ച അവരുടെ സമ്പത്തുകൾ അവരിൽ നിന്ന് തടയപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലിഹി, അല്ലാഹുവിനെ അവര് നിഷേധിക്കുകയും റസൂലിനെ നിഷേധിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ അമലുകൾ പരിഗണിക്കുമായിരുന്നു. അമലുകൾ പരിഗണിക്കണമെങ്കിൽ ഒന്നാമത് ഉണ്ടാകേണ്ടത് എന്താണ്? ഈമാനാണ്. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദ്യം? അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ചോദ്യം? ഇന്ന ആൾ, ഒരു ജാഹിലിയ്യത്ത്, ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, കാന ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിന്റെ സമയത്ത് യസിലുർ റഹിമ, കുടുംബ ബന്ധം ചേർത്തിട്ടുണ്ട്, വയുത്ഇമുൽ മിസ്കീന, മിസ്കീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഫഹൽ ദാക നാഫിഅ, ആ മനുഷ്യന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രവാചകരെ? മനുഷ്യന് കിട്ടോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അദ്ദേഹത്തിന് അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ജഹാലത്തിന്റെ, ഈമാനില്ലാത്ത, അള്ളാനെ കുറിച്ച് അജ്ഞാതമായ സമയത്ത് ചെയ്ത അമലുകളൊന്നും അള്ളാഹു പരിഗണിക്കുകയില്ല എന്നുള്ളത് ഒന്നാമത് ഈമാൻ തന്നെയാണ്. രണ്ടാമത് എന്താ പറയുക? ഇഖ്ലാസ്. രണ്ടാമത് ഇഖ്ലാസ്. ഒരു കർമ്മം നാം ചെയ്താൽ അത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം. നാളെ പരലോകത്ത് അള്ളാഹ് പറയുന്ന ഒരു വാചകമുണ്ട്, തീർച്ചയായും പങ്കു ചേർക്കുന്നവരെ തൊട്ടും അവര് പങ്കു ചേർത്ത ശിർക്കിനെ തൊട്ടും ഞാൻ ഐശ്വര്യപൂർണനാണ്. ഞാൻ മഹത്വമുള്ളവനാണ്, ഐശ്വര്യപൂർണനാണ്. എന്നിട്ട് അല്ലാഹ് പറയും, മൻ അമില അമലൻ അശ്റക ഫീഹി മഇയ ഗൈരി തറക്തുഹു വശിർകുഹു, ആരെങ്കിലും എന്റെ കൂടെ പങ്കു ചേർത്ത് ഏതെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ പൊരുത്തം തേടി അള്ളാഹ് വേണം, അല്ലാത്തൊരു പൊരുത്തം വേണം, പറ്റൂല. ഒരു കർമ്മം ചെയ്യുമ്പോ അള്ളാന്റെ പൊരുത്തം മാത്രമായിരിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെയും പൊരുത്തങ്ങളെ പരിഗണിക്കുന്നവരുടെ ആ ശിർക്ക് ചെയ്ത അമലുകൾ അള്ളാഹ് പരിഗണിക്കൂല, അള്ളാഹ് അത് ഒഴിവാക്കും, അത് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എത്ര നന്നായിട്ടുള്ളതാണെങ്കിലും, കാരണം അള്ളാഹു ത്വയ്യിബല്ലാതെ സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബ, അല്ലാഹു ത്വയ്യിബാണ്, ത്വയ്യിബായിട്ടുള്ളതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. മൂന്നാമത്തെ കാര്യം എന്താ? ഈ ചെയ്യുന്ന അമല് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതായിരിക്കണം. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയിൽ ഇല്ലാത്തൊരു അമല് ആരെങ്കിലും പ്രവർത്തിച്ചാൽ സ്വീകരിക്കപ്പെടുന്നില്ല. അത് ഉപേക്ഷിക്കപ്പെടും, അത് ഒഴിവാക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. റമളാനിലെ ഓരോ ദിനങ്ങളും ഈമാനിന്റെ കയറിങ്ങനെ മുറുക്കി ആ കയറിന്റെ കരുത്ത് നമ്മൾ ഇങ്ങനെ കൂട്ടിയവരാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് പെണ്ണാണ്? വലാ തകൂനു കല്ലല്ലീ നഖലത് ഉസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ, നിങ്ങളൊരു പെണ്ണിനെ പോലെയാകാൻ പാടില്ല. പരിശ്രമിച്ച് കയറിങ്ങനെ മുറുക്കി അതിന്റെ കയറിന്റെ ആ കെട്ടുകളൊക്കെ ശക്തിയാക്കിയതിനു ശേഷം, പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയോ റമദാൻ കഴിഞ്ഞിട്ട് ഇരുന്ന് അഴിക്കുക, ഈമാനൊക്കെ കളയാ, ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ അഴിച്ചഴിച്ച് ഓരോന്നിങ്ങനെ നീർത്തി കളയുന്ന ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പണ്ടൊരു നാരായണത്ത് രാഗം ഒരു മനുഷ്യനുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വലിയ ഉയർന്ന കുന്നിന്റെ മുകളിലേക്ക് കല്ലിങ്ങനെ ഒരറ്റി ഇങ്ങനെ കയറ്റി, മുകളിലെത്തി കഴിയുമ്പോൾ കല്ലിങ്ങനെ ഉന്തി നിലത്തേക്ക് കൊടുക്കും. റമളാനിൽ വലിയൊരു പാറക്കല്ല് നമ്മളിങ്ങനെ ഈമാനികമായി ത്യാഗം ചെയ്ത് സഹിച്ച് നമ്മളിങ്ങനെ മുകളിൽ വരെ ഇങ്ങനെ കൊണ്ടെത്തിച്ചേക്കണം.
അല്ലേ ഇപ്പൊ മരിച്ച സ്വർഗ്ഗമൊക്കെ കിട്ടുന്നപ്പോൾ പ്രതീക്ഷിക്കാൻ നമുക്കുണ്ട്. ഈമാനികമായി കുറച്ചൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു നിസ്സാരമായി തള്ളിയിടുന്ന മനുഷ്യൻ ശരിക്കും ഭ്രാന്തനാണ്. അങ്ങനെ ഒരു അവസ്ഥ, ഒരു വിധിയുടെ വേഷം ഒരിക്കലും സഹോദരങ്ങൾ ഈമാനുള്ളവരെ നമുക്കുണ്ടാകാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തീർച്ചയായും എന്റെ ഉമ്മത്തിൽ നിന്ന് നാളെ ഒരു കൂട്ടര് വരും. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെളുത്ത പാറക്കല്ല് ഉയർന്ന കുന്നുകളെ പോലെ ധാരാളം അമലുകളുമായി കൊണ്ട് കടന്നു വരുന്ന മനുഷ്യന്മാരാണ്. പക്ഷേ അവരുടെ അമലുകളൊക്കെ അല്ലാഹു പാറ്റിക്കളയും. ഒരു ചാരം ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ പറത്തിക്കളയുടെ പോലെ അല്ലാഹ് ആ അമലൊക്കെ പറത്തിക്കളയും. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലെ സിഫ്ഹും ലനാ വജല്ലിഹിം ലനാ, അല്ലാഹുവിന്റെ റസൂലെ അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും വിശദീകരിച്ചു തന്നാലും. അല്ലാഹുവിന്റെ റസൂല് പറയാ, അവരാരാണെന്നറിയോ? അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദത്തിക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ കുടുംബത്തിൽ രക്തത്തിൽ നിങ്ങളുടെ അടുത്തുള്ളവർ തന്നെയാണ്. അതൊന്നുള്ളവരല്ല, അടുത്ത സമൂഹമൊന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ളവർ തന്നെയാണ്. അഥവാ എന്താണ് അവസ്ഥ എന്നറിയോ? നിങ്ങൾ രാത്രി നിസ്കരിച്ചതുപോലെ അവർ നിസ്കരിച്ചവരാണ്. നിങ്ങൾ നോമ്പെടുത്തതുപോലെ അവരും നോമ്പെടുത്തവരാണ്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തതുപോലെ അവരും ഖുർആൻ പാരായണം ചെയ്തതാണ്. പക്ഷേ അവരൊരു വിഭാഗമാണ്. ഇദാ ഖലൗ ബിമഹാരിമില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതിൽ അവരെങ്ങാനും ഒറ്റക്കായി കഴിഞ്ഞാൽ ആ ഹറാമിൽ വീണു പോകുന്നവരാണ്. അത് ആസ്വദിക്കുന്നവരാണ്, അതിന്റെ പുറകെ പോകുന്നവരാണ്. എന്താ സംഭവിക്കുക? അങ്ങനെയുള്ളവരുടെ അമലുകളൊന്നും അല്ലാഹു നാളെ പരിഗണിക്കുകയില്ല. അതൊക്കെ നഷ്ടപ്പെടുമെന്നത് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഒരു ചോദ്യം ചോദിക്കണം. അയ്യുൽ അഅമാലി അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവേ ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഏതാണ് പ്രവാചകരെ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്വമുഹാ വഇൻ ഖല്ല, തുടർച്ചയായി ചെയ്യുന്ന അമലുകളാണ് കുറച്ചാണെങ്കിലും. ഇല്ലാത്തൊരു പോയിന്റാണ്. തുടർച്ചയായി ചെയ്യുന്ന അമലുകളാണ് കുറച്ചാണെങ്കിലും. 11 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച ആൾക്കാർ ഇനി എന്ത് ചെയ്യണം? കുറഞ്ഞത് 3 എല്ലാ ദിവസവും ഉണ്ടായിരിക്കും. തഹജ്ജുദായിട്ടോ ഖിയാമുൽ ലൈലായിട്ടോ കുറഞ്ഞത് 3, അതല്ല അതിന് മുകളിലേക്ക് 11 വരെ ആകാം. കുറഞ്ഞത് 3 എന്ത് ചെയ്യണം? അതൊരു തുടർച്ച ഉണ്ടായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞൊരു പേജെങ്കിലും ദിവസം നമ്മൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. 1000-വും 2000-വും ഒക്കെ സ്വതന്ത്രം ഇങ്ങനെ അടിച്ചു വീശുന്ന കാറ്റ് പോലെ പരമാവധി കൊടുക്കുന്നവരാണ്. 100 രൂപയെങ്കിലും 10 രൂപയെങ്കിലും ദിവസം നാം എന്ത് ചെയ്യണം? സ്വതക്ക ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കണം. ജമാഅത്ത് നിസ്കാരങ്ങളിൽ ശ്രദ്ധിച്ചവരാണ്. എന്ത് ചെയ്യണം? അവിടെയൊക്കെ ആ പരിഗണന എപ്പോഴും ഉണ്ടായിരിക്കും. സുന്നത്തുകൾ നഷ്ടപ്പെടരുത് എന്ന് ചിന്തിച്ചവരാണ്. തന്റെ സ്ഥാപനം അടച്ച് ജമാഅത്തുകളെ പരിഗണിക്കുന്നവരാണ്. ഇതൊക്കെ ഇനിയും തുടരണം, അല്ലേ? ഇതൊക്കെ ഇനിയും തുടരണം. അതിലൊന്നും ഒരു വീഴ്ച വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം എന്താണെന്നറിയാം? വിശുദ്ധ ഖുർആനിലൂടെ പറയാം. എന്ത്? നിങ്ങൾ എന്ത് ചെയ്യണം? ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നതാരാ? എല്ലാത്തിനും വാചകാണ്, അല്ലേ? നമ്മളിങ്ങനെ ഇനി പായാൻ പോകാം, നോമ്പൊന്നുമില്ലല്ലോ. ഈ പരമാവധി എന്ത് ചെയ്യണം? നമുക്കിങ്ങനെ വാരിക്കൂട്ടണം, വെട്ടിക്കൂട്ടണം. എന്ത് നഷ്ടപ്പെടുത്തിയിട്ട്? നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട്, നമ്മുടെ പല ഇബാദത്തുകളും നഷ്ടപ്പെടുത്തിയിട്ട് അല്ലാഹു പറയാ, ക്ഷമിച്ചോ, എങ്കിലെന്ത് ചെയ്യും? നാം ആണ് റിസ്ക് നൽകുന്നവൻ, നാം നിങ്ങൾക്ക് നൽകും. നിങ്ങളിത് പരിഗണിച്ചോ.
ഇത് പരിഗണിച്ചു. അള്ളാഹുവിന്റെ ഇബാദത്തിൽ ഒരാൾ സമയം ചെലവഴിച്ചാൽ അള്ളാഹു അവനെ എന്ത് ചെയ്യും? ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അവനെ തടയുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഇതൊന്നും സംശയമില്ലാത്ത വാക്കാണ്. കാരണം ഞാൻ പറഞ്ഞ വാചകമല്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മടിയും നമുക്ക് പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒന്ന്, നിസ്കാരത്തിന്റെ വിഷയത്തിലാണ്. ഹാഫിദു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ 5 നേരം ഒരു പുഴയിൽ നിന്ന് മുങ്ങിക്കുളിക്കുന്നുവെങ്കിൽ അയാളുടെ ശരീരത്തിൽ എന്തെങ്കിലും അഴുക്കുകൾ ബാക്കിയുണ്ടാകുമോ എന്ന് സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ ഇല്ല എന്ന മറുപടിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം. പല തിന്മകളും കണ്ണീര് വാർത്ത റബ്ബിനോട് പറഞ്ഞു കൊടുക്കലിനെ തേടി ആ കുറുക്കുകൾ നേടിയെടുത്തവരാണ് നമ്മൾ. അങ്ങനെ വിശ്വസിക്കുന്നില്ല നിങ്ങൾ? ഇല്ലേ? ഇല്ലേ? ചെയ്തു പോയ പാപങ്ങളൊക്കെ റബ്ബ് പുറത്തിട്ടുണ്ടാകും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം പാപങ്ങൾ പുറത്തുപ്പെടാതെ റമദാൻ കടന്നു പോയാൽ ഒരു നാശാണ്. അങ്ങനെ വിശ്വസിക്കില്ലെങ്കിൽ നമുക്കൊക്കെ റമദാൻ നാശായിരിക്കും. നമുക്കൊക്കെ നാശായിരിക്കും. ആ ഹദീസിൽ വിശ്വസിക്കുന്നില്ല? ഉണ്ട്. എങ്കിൽ എന്റെ പാപം അല്ലാഹ് പുറത്തിട്ടുണ്ടാവും. പുറത്തിട്ടുണ്ടാവണം അല്ലേ? ഉണ്ടാവണം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്റെ റബ്ബിനോട് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ റബ്ബ് എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പാപങ്ങൾ അല്ലാഹ് പുറത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് റമദാൻ നഷ്ടമായി, എന്റെ റമദാൻ എനിക്കെതിരെ വരും നാളെ പരലോകത്ത്. അല്ലെ സഹോദരങ്ങൾ? അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറപ്പെട്ട് ഇനി നമ്മുടെ നിസ്കാരങ്ങളിലൂടെ അല്ലെ പാപങ്ങളില്ലാതെ ഒരു കൃത്യമായ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വിഭാഗം കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ശേഷം ഒരു സമൂഹം കടന്നു വരും, അവർ നിസ്കാരത്തെ പാഴാക്കുന്നവരായിരിക്കും. നിസ്കാരത്തെ പാഴാക്കുന്നവരായിരിക്കും. ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് എന്ത്? ഖുർആൻ ക്ലാസുകളിലൊക്കെ പങ്കെടുത്ത സഹോദരങ്ങളെ, ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു പള്ളിയിൽ ഇമാമെന്ന് ഞാനൊരു ആയത്ത് 2-3 പ്രാവശ്യം ആവർത്തിച്ചു. കാരണം ആയത്ത് വല്ലാത്ത ഈമാനില്ലെങ്കിൽ നഷ്ടം സംഭവിക്കുന്ന രൂപത്തിലെ ഒരായത്തായിരുന്നു. അപ്പോ ഖുർആനോത്ത് കഴിഞ്ഞു പിറ്റേ ദിവസം അവിടുത്തെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ 2-3 പ്രാവശ്യം ആയത്ത് ഓതിയത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് അൽഹംദുലില്ലാഹ്, അത് മനസ്സിലാവാൻ കാരണം ഖുർആന്റെ അർത്ഥമൊക്കെ പഠിക്കുക എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് മനസ്സിലാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്ത കിട്ടുന്ന ഒരു നേട്ടം. ഖുർആൻ ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു. 11-29 തറാവീഹ് നിസ്കരിച്ചിട്ട് ഒരായത്തെങ്കിലും നമ്മെ കരയിപ്പിച്ചു. ഒരായത്തെങ്കിലും കരയിപ്പിച്ചോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ പറഞ്ഞിട്ട് നിസാഇന്റെ ആയത്തുകൾ വന്ന് നബിയെ ഈ ഉമ്മത്തിന് താങ്കൾ സാക്ഷിയായിരിക്കുമെന്ന് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉപ്പയെ ഇമാമ് നിർത്തരുത്, ഉപ്പയെ ഇമാമ് നിർത്തരുത് നബിയെ, കാരണം എന്റെ ഉപ്പ ഖുർആനോട് പൂർത്തീകരിക്കാൻ സാധ്യമല്ലെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുറിച്ച് ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഏത് ഖുർആൻ കേട്ട പൊട്ടിക്കരഞ്ഞേ? നമ്മൾ ഏത് ഖുർആനാ കേട്ടേ? ഒന്ന് ചിന്തിച്ചിരിക്കും. നമുക്കെന്തേ ആലോചിക്കാൻ പറ്റാത്ത, നമുക്കെന്ത് ചിന്തിക്കാൻ പറ്റാത്ത ആയത്തെന്ത് നമ്മൾ സ്വാധീനിക്കാത്ത? മനസ്സിലാവണില്ല. എന്താ ആയത്തിൽ പറഞ്ഞേ? അതിന്റെ ആഴെന്താ? റബ്ബ് എന്നോട് പറയണെന്താ? എങ്ങനെ കരയാ? കടുത്തു പോകും നമ്മുടെ ഹൃദയങ്ങൾ. ഖുർആൻ ഓതിപ്പോകേണ്ടതല്ല, പഠിക്കണം, പ്രാവർത്തികമാക്കണം, അതിന്റെ ഫോളോ ചെയ്യണം. നമ്മുടെ ഇവിടെ അതിനുള്ള അവസരമുണ്ടല്ലോ സഹോദരങ്ങൾ. അള്ളാഹുവിന്റെ എന്ത് പറയും നമ്മൾ? അവസരങ്ങൾ നമുക്കുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആനിൽ നിന്ന് എളുപ്പമായത് നിങ്ങൾ പാരായണം ചെയ്യണം. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. അതിന്റെ ആളുകൾക്ക് നാളെ ഖുർആൻ ശുപാർശ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. അള്ളാഹുവിന്റെ ആജ്ഞ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ച് ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉദ്ദേശിച്ചത്.
സഹോദരങ്ങൾ, നമ്മൾ പറഞ്ഞത് റമദാൻ കഴിഞ്ഞു എന്നത് അമലുകൾ നിർത്താനുള്ള അവസ്ഥയല്ല. അമലുകൾ ഇനിയും ശ്രദ്ധയോടെയും ഇഖ്ലാസോടെയും ഇത്തിബാഅോടെയും അള്ളാഹുവിൽ ഈമാൻ ഉറപ്പിച്ചും ഇനിയും മുന്നോട്ട് ചെയ്തു പോകേണ്ടതാണ് എന്നതാണ്. നോക്കി, മൂന്നാമത്തെ വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യണം. സ്വതക്കകൾ കൊടുക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ യൗമിൻ യുസ്ബഹുൽ ഇബാദു ഫീഹി, ഒരാൾ രാവിലെ അവൻ എന്ത് ചെയ്തു, അള്ളാന്റെ മാർഗത്തിൽ ഒരു സ്വതക്ക കൊടുത്തു. ഇല്ല മലക്കാനി യൻസിലാനി, രണ്ട് മലക്കുകൾ അല്ലാഹു ഏർപ്പാട് ചെയ്യുന്ന മനുഷ്യന് വേണ്ടി. ഫയഖൂലു അഹദുഹുമാ, ഒരു മലക്ക് എന്ത് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ അവന് കൊടുത്തതിൽ നീ എന്ത് ചെയ്യണം, അവന് പകരം ഇരട്ടിയാക്കി കൊടുക്കണം. വയഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, അല്ലാഹുവേ തടഞ്ഞു വെച്ചവന് നീയും തടയണ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ, രണ്ട് മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഭാതത്തിൽ കൊടുത്തവർക്ക് വേണ്ടിയും തടഞ്ഞവർക്ക് വേണ്ടി എതിരെയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, റമദാനിൽ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ? ആനും ചിന്തിക്കാലോ, നാം റമദാനിൽ കൊടുത്തത് എനിക്ക് നഷ്ടമായി പോയി എന്ന ഖേദം ആർക്കെങ്കിലും ഉണ്ടോ? റമദാൻ കൊടുത്തത് കൊണ്ട് ഞാൻ ഫഖീറായി എന്ന് ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടാകൂല. കാരണം എന്താ? അല്ലാഹു പറഞ്ഞ വാക്കാണ്, ഇരട്ടിയാക്കി നൽകും, അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യം സഹോദരങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറയാറുള്ളത്, റമദാനിൽ നോമ്പും ശവ്വാലിലെ 6 നോമ്പുകൾ അതിനെ തുടർത്തിയും എടുക്കുമ്പോൾ പറഞ്ഞ ഹദീസിന്റെ രൂപം അങ്ങനെയാണ്. ഒരു വർഷം നോമ്പെടുത്ത് കൂലിയാണ്. ഒരു വർഷം നോമ്പെടുത്ത് കൂലിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ പിടിക്കലുണ്ടാവില്ല. അങ്ങനെ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ ചൊവ്വാലിൽ 6 നോമ്പ് പോയ പലരും ഉണ്ട് ഇവിടെ. അങ്ങനെ ഉണ്ടാവും. 2 ദിവസം വിശ്രമിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, തുടങ്ങാം. അങ്ങനെ തീരുമാനിച്ചതാ. അങ്ങനെ വിശ്രമം കൂടി എന്ത് ചെയ്തു, ഫുള്ള് വിശ്രമമായി. 6 നോമ്പ് പോയി. പറ്റൂല, ശ്രദ്ധിക്കണം. 6 നോമ്പ് ഏറ്റവും അഫ്ദൽ എന്താണ്? ഇതിനോട് തുടർച്ചയായി ഈ 6 നോമ്പ് എടുക്കലാണ്. കുറഞ്ഞ നോമ്പുകൾ നഷ്ടപ്പെട്ടവരെന്ത് ചെയ്യണം, ആദ്യം ഫർദ് നോമ്പുകൾ പിടിച്ചു വിട്ടാൻ ശ്രദ്ധിക്കാം. കുറഞ്ഞ നോമ്പ് 1-2 നോമ്പൊക്കെ പോയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം നഷ്ടപ്പെട്ട ഫർദ് നോമ്പിനെ പിടിച്ചു വിട്ടു. എന്നിട്ടോ ഈ 6 നോമ്പ് അതിനെ തുടർത്തിക്കൊണ്ടെടുക്കാൻ ശ്രദ്ധിക്കുക. കുറെ നോമ്പ് പോയവരുണ്ടാവും. ഈ ചൊവ്വാല് കൊണ്ട് എന്ത് ചെയ്യൂല, ആ നോമ്പൊന്ന് പിടിച്ചു കൂട്ടാൻ കൊണ്ട് സാധിക്കൂല. എങ്കിൽ ഈ 6 നോമ്പ് എന്ത് ചെയ്യാം, പരിഗണിക്കാം. ഇതേമാതിരി പറഞ്ഞു, ശവ്വാലിലെ നോമ്പ് ശവ്വാലിൽ എടുക്കാൻ പറ്റും. മറ്റേതെന്ത് ചെയ്യാം, അത് കഴിഞ്ഞാൽ കുറെ പോയവരാണ്. 1-2 പോയവരെന്ത് ചെയ്യണം, അതിനെ ആദ്യം പരിഗണിച്ചിട്ട് പിന്നെ 6 പിടിച്ചു കൂട്ടാൻ ശ്രദ്ധിക്കാം. ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ച സംശയം എന്താണെന്നറിയോ, ഭാര്യ ഹൈദിലായിരുന്നു, കുറച്ച് നോമ്പൊക്കെ പോയി, എത്ര അരി കൊടുക്കുമെന്ന് ചോദിച്ചേ. ഇങ്ങനെയുള്ളവര് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കണേ. അത് അരി കൊടുത്താലൊന്നും തീരൂല. അവളോട് എന്ത് പറയണം, അതൊക്കെ കഴിയുമ്പോൾ ഒന്ന് പിടിച്ചു കിട്ടാൻ പറയാം, എന്നെടുത്തു. മനസ്സിലായില്ലേ? അതേപോലെ ചോദിച്ചു, എന്ത് മൂപ്പർക്കും നോമ്പ് പോയിട്ടുണ്ട്, പനി പിടിച്ചപ്പോ 2 നോമ്പ് പോയിട്ടുണ്ട്, അതിനിപ്പോ എത്ര അരി കൊടുക്കുന്നു? ഈ അരി കൊടുത്താൽ തീരുന്നൊന്നുമല്ല ഈ നോമ്പ്. ആരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുള്ള കടമാണ്, അള്ളാഹു കൊടുക്കേണ്ട കടം ഗംഭീരമായി വൃത്തിയായി പരിഗണിച്ച് വീട്ടണമെന്നാണ്. ഒരാൾ ചോദിച്ചത്, ശവ്വാലിലെ നോമ്പ് പിടിക്കുമ്പോ ആ ഫർദ് നോമ്പും കൂടി അങ്ങോട്ട് കരുതിയാലോ? പറ്റൂല. വിട്ടുപോയ ഫർദ് നോമ്പേ ഇനി ശവ്വാലിലെ നോമ്പിലൊക്കെ അങ്ങോട്ട് കരുതിയിട്ട് ആർക്ക് വേണ്ടി ഈ ഭാഗത്ത് വെക്കണേ? അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ. എന്തിനാ ഈ ഭാഗത്ത് കൂലിട്ടല്ലേ? ഇങ്ങനെ എന്തില്ല, ഒപ്പിക്കൽ വെച്ചു. എന്നാ ഫർദ് നോമ്പ് എടുത്തപ്പോ ചിലർക്ക് തിങ്കളാഴ്ച സുന്നത്തിന് കൂലി ഇട്ടിട്ടുണ്ടാവും. ഫർദ് നോമ്പ് എടുത്തപ്പോ ചിലർക്ക് തിങ്കളാഴ്ച സുന്നത്തിന് നോമ്പ് എടുക്കും. സ്ഥിരം ചെയ്യുന്ന ആൾക്കാർക്ക് അന്ന് സുന്നത്തിന്റെ നോമ്പുണ്ട്, കൂലിയുണ്ട്. അയ്യാമുൽ ബീദിന്റെ കൂലി ഇട്ടിട്ടുണ്ടാവും ഈ റമദാനില്. ചിലർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം അവർ എടുത്തിട്ടില്ല, അവർ പരിഗണിച്ചിട്ടില്ല. തുടർച്ചയായി എടുക്കുന്ന ആളുകൾക്ക് അതൊക്കെ പരിഗണിച്ച് ഏറ്റി കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഇനി നോമ്പ് ഇനിയിപ്പോ അടുത്ത റമദാനിലാകട്ടെ ചിന്തിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇനിയും ഈ നോമ്പ് എടുക്കണം, ഒരു ശീലാക്കണം. ഇത് നോമ്പാണ്. സലഫുകൾ എങ്ങനെ അറിയും, വളരെ അത്ഭുതം ഒരു കാര്യം. വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് അവർ അത്താഴം കഴിക്കും, ഭാര്യ അറിയാണ്ടാവില്ല. എന്നിട്ടോ കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കയ്യിൽ മേടിക്കും. ആ ഭക്ഷണം പോകണ വഴി മിസ്കീങ്ങൾക്ക് ദാനം കൊടുക്കും. വീട്ടിലേക്ക് വൈകുന്നേരം എന്ത് ചെയ്യും, തിരിച്ചു വരും. അപ്പൊ ഏകദേശം നോമ്പ് തുറന്നിട്ട് എനിക്ക് എന്റെ വീട്ടിലുള്ള ഭക്ഷണം കഴിക്കും. ഭാര്യമാരറിയാതെ 2 മാസങ്ങളോളം ഒക്കെ നോമ്പെടുത്ത താബിഈങ്ങളെയൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും. നമ്മൾ ഒരു അമൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വീടിന്റെ അപ്പുറത്ത് അറിയും, അല്ലെ? നമ്മളൊരു അമൽ ചെയ്യുമ്പോ അങ്ങനെയാണ്. ആരും അറിയാതെ, സ്വന്തം ഭാര്യ പോലും അറിയാതെ നോമ്പെടുക്കുക എന്ന് പറയുന്നത്
അവിടെയാണ് സൂക്ഷ്മതായും ബോധവും എന്നൊക്കെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ പോണ സ്വർഗത്തിലേക്ക് പോകണ്ടേ? പോകുമോ? അവരൊക്കെ കയറി ചെല്ലേണ്ട സ്വർഗത്തിലേക്കാണ് നമ്മളും പ്രതീക്ഷിക്കണം. ആലോചിക്കുക, ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ബഹജയുമായി ബന്ധപ്പെട്ട് പലരും സഹകരിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് നമ്മുടെ ഇവിടുത്തെ ഒരു കാര്യത്തിന് വേറെ സ്ഥലത്ത് സുഹൃത്ത് 5000 രൂപ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു പ്രതിഫലത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഒരു ഇടപെടൽ. നമ്മൾ ആദ്യം ഇടപെടണം. നമ്മുടെ നാട്ടിലെ, നമ്മുടെ മഹലിലെ, നമ്മുടെ മദ്രസയിലെ ഈ ഒരു സംരംഭം നമുക്ക് വളരെ ഭംഗിയായി കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിച്ചു നോക്കും. നമ്മുടെ നിയ്യത്ത് ഉണ്ടാവില്ല റമദാനിൽ ഇത് കൊടുക്കുക, ഇത്ര കൊടുക്കയിലേക്ക്. ഇൻഷാ അല്ലാഹ് ഒക്കെ എന്ത് ചെയ്യണം, വേഗം പണികളൊക്കെ തുടങ്ങി വേഗം കൊടുത്ത് ആ ഒരു സമയത്ത് ആ കുട്ടികൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ടല്ലോ, ഒരു ഹർഫിന് 10 കൂലിയ, 10 കൂലിയ. ഒരു കുട്ടി ഖത്തം തീർക്കണമെങ്കിൽ എത്ര പ്രാവശ്യം ഓതണം അറിയുന്നു? വീട്ടിലോതും അല്ലെ? എത്ര കൂലി കിട്ടാ? കൊടുത്തവർക്കും കിട്ടും. ഈ പള്ളി പണിതവർക്ക് ഇവിടെ ഇരുന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരുന്ന അവരൊക്കെ കൂലി വലിയ സമ്മാനമാണ്. വലിയ സമ്മാനം എപ്പോഴും കിട്ടുക, പരലോകത്ത് കിട്ടുക. നിയ്യത്തിന്റെ ഇഖ്ലാസിനനുസരിച്ച് അവിടെ വിജയിക്കാൻ പറ്റും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരൻ, അല്ലാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും പരിഗണിക്കുമാറാകട്ടെ. ഇഖ്ലാസോടെ, ഈമാനോടുകൂടി, ഇത്തിബാഅോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി മാറി അല്ലാഹുവിനെ ഭയപ്പെട്ട് യഥാവിധി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ്സും ആഫിയത്തും ഒക്കെ പ്രദാനം ചെയ്യും. മക്കളുടെ വിഷയത്തിൽ ഭയപ്പെടുന്ന മാതാപിതാക്കൾ അല്ലാഹു അവർക്ക് മനസ്സമാധാനം നൽകട്ടെ. മക്കളെ സ്വാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞേക്കും. സ്വർഗ്ഗത്തിൽ പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്രിബീൻ. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.